ട്രംപിൻ്റെ പുതിയ ഒരു വിസ നിയമം ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഗുരുതരമായി ബാധിക്കത്തക്ക നിലയിൽ ഉണ്ടാവുകയാണ്. സാധാരണ സ്റ്റുഡൻറ്റ് വിസയിൽ അമേരിക്കയിൽ പോകുന്നവർക്ക് 4 വർഷമാണ് കാലാവധി. അത് കഴിഞ്ഞിട്ട് പിന്നെയും അവിടെ അമേരിക്കയിൽ നിൽക്കണമെന്ന് വരികിൽ വീണ്ടും പുതുതായിട്ട് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യണം. PhD ഒക്കെ എടുക്കുന്നവർക്ക് 7-8 വർഷം അവിടെ നിന്ന് പഠിക്കാനുള്ള സാവകാശം ഉണ്ട് എന്നാണ് അറിയുന്നത്. ഇപ്പോൾ പുതിയൊരു നിയമം വന്ന സ്ഥിതിക്ക് 4 വർഷം കഴിഞ്ഞ് ഇത് പുതുക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ പലർക്കും വിസ പുതുക്കി കൊടുക്കില്ല എന്നുള്ളതാണ് പുതിയൊരു നിയമത്തിന് ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ഒരു ഭയപ്പെടുത്തുന്ന ഒരു വസ്തുത. കാരണം ഇന്ത്യക്കാരെല്ലാം അമേരിക്കയിൽ വന്നിട്ട് ദീർഘവർഷം താമസിച്ച് അവിടെ എങ്ങനെയെങ്കിലും പൗരത്വം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നതെന്നുള്ളത് അമേരിക്കൻ ഗവൺമെൻറ്റിന് മനസ്സിലായി. ദീർഘവർഷം അപ്രകാരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലുള്ള ഭൂരിപക്ഷം ആളുകൾ അമേരിക്കയിലേക്ക് കുടിയേറി പാർക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ നാട്ടിലും ഒരുപാട് പേർ അമേരിക്കയിലേക്ക് കുടിയേറി പാർക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അമേരിക്കയിലെ ജീവിത നിലവാരം അടിപൊളിയാണ്. ലോകോത്തര നിലവാരമുള്ള ജോലി കിട്ടും, അല്ലലില്ലാത്ത ജീവിതം കിട്ടും, ഒരുപാട് സൗഭാഗ്യങ്ങൾ അനുഭവിക്കാൻ കഴിയും, മക്കൾക്ക് നല്ല ഭാവി കിട്ടും, നല്ല രാജ്യമാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു രാജ്യമാണ് അമേരിക്കൻ ഐക്യനാടുകൾ. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് കർക്കശമായിട്ടുള്ള വിസ നിയമങ്ങളാണ് നടപ്പാക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ലോകത്തിൻ്റെ വിവിധ രാജ്യത്തുള്ള ആളുകൾ എപ്പോഴും അങ്ങോട്ട് വന്ന്, പ്രത്യേകിച്ചും ഇന്ത്യക്കാർ, അവിടെ പൗരത്വത്തിന് വേണ്ടിയിട്ട് നിൽക്കാൻ അദ്ദേഹത്തിന് ആഗ്രഹമില്ല. കാരണം അവിടുത്തെ പ്രധാനപ്പെട്ട കമ്പനികളിൽ നിന്നെല്ലാം ഇന്ത്യക്കാരെ പറഞ്ഞു വിടാനുള്ള ഒരുക്കത്തിലേക്ക് നീങ്ങുകയാണ്. വിസ ഇല്ലാതെ തന്നെ അമേരിക്കയിൽ ചുള്ളിൽ വന്ന് താമസിക്കുന്ന ആളുകൾ ഉണ്ട്. കുടിയേറ്റക്കാരെന്ന മുദ്രയുടെ കീഴിലാണ് ഇന്ത്യക്കാരെല്ലാം വരുന്നത്. വെള്ളക്കാരുടെ നാടല്ലേ. രാഷ്ട്രീയ നിയമങ്ങൾ മാറിക്കഴിഞ്ഞാൽ ഇന്ത്യക്കാരെ ഗുരുതരമായി ബാധിക്കും. അതെപ്പോൾ വേണമെങ്കിലും ബാധിക്കും. അമേരിക്കയിൽ മാത്രമല്ല, ലോകത്തിലെ എല്ലാ രാജ്യത്തും അത് ബാധിക്കും. ഇപ്പോൾ അമേരിക്കയിൽ അത് ഗുരുതരമായി ബാധിച്ചിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപിന് ഉള്ളിനുള്ളിൽ ഇന്ത്യക്കാരെ ഇഷ്ടമല്ല എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. കാരണം അദ്ദേഹം ഒരു തീവ്ര നിലപാടുള്ള വെള്ളക്കാരനാണ്. ഇന്ത്യക്കാരെ അവിടെ വന്ന് പച്ച പിടിക്കുന്നത് വെള്ളക്കാരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇംഗ്ലണ്ടിലും അപ്രകാരമുള്ള അവസ്ഥ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യക്കാർക്ക് ഇനി മുതൽ അമേരിക്കയിൽ ഉള്ള ജീവിതം വളരെ ഭയാനകമായിരിക്കും.